തിരുവനന്തപുരത്ത് ബാറിനായി സ്കൂൾ ഗേറ്റ് പൊളിച്ചു മാറ്റാൻ ഒരുങ്ങി നഗരസഭ. MG റോഡിലെ SMV സ്കൂൾ ഗേറ്റാണ് ഇപ്രകാരം പൊളിച്ചു മാറ്റുന്നത്. ബാർ ലൈസൻസ് പുതുക്കി നൽകുന്നതിന് ദൂരപരിധി തികയ്ക്കാൻ വേണ്ടിയാണ് നടപടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്ത് മദ്യശാലകൾ പാടില്ല എന്ന നിയമം നഗരസഭ അട്ടിമറിച്ചെന്നാണ് പ്രധാനമായും ആക്ഷേപം ഉയരുന്നത്. ABVP പ്രതിഷേധവുമായി രംഗത്തുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, എങ്ങനെയാണ് ഇത് അട്ടിമറിച്ചു എന്ന് വിലയിരുത്തുന്നത്? വിവരങ്ങൾ. തിരുവനന്തപുരം MG റോഡിലെ ചരിത്രപ്രസിദ്ധമായ SMV സ്കൂളാണ്. ആ SMV സ്കൂളിൻ്റെ മുന്നിലെ ഈ ഗേറ്റാണ് പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകിയത്. വളരെ ഉറപ്പുള്ള ഈ ഗേറ്റ് പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇതിന് കുറച്ചുകൂടി മുന്നിലേക്ക്, ഒരു 10 മീറ്റർ മുന്നിലേക്ക് മാറിയിട്ട് മറ്റൊരു ഗേറ്റ്, ആ ഗേറ്റ് സ്ഥാപിക്കാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. ഇപ്പോൾ നിർമ്മാണത്തിൽ ഇരിക്കുന്ന പുതിയ ഗേറ്റ്, ആ പുതിയ ഗേറ്റ് പൊളിച്ച് നീക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. ഈ വിഷയത്തിൽ നമ്മളാണ് വാർത്ത നൽകിയത് ആദ്യം. അതേ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ആ ഗേറ്റിൻ്റെ നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പില്ലർ വാർക്കുന്നതിനായിട്ട് കമ്പികളെല്ലാം സ്ഥാപിച്ചിരുന്നു. എന്നാൽ ആ കമ്പികളെല്ലാം എടുത്തു മാറ്റി കുഴി മൂടുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മറ്റൊരിടത്തേക്ക് ഇത്തരത്തിൽ ഈ നിലവിൽ ഇത് വേണ്ട എന്നൊരു സമീപനമാണ് സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കമ്പികൾ ഇപ്പോൾ ഈ ജോലിക്കാർ വളരെ ദ്രുതഗതിയിൽ തന്നെ ഈ കമ്പികൾ പൊളിച്ച് നീട്ടുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒട്ടേറെ പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് ഈ ബാർ ലൈസൻസിൻ്റെ ഭാഗമായിട്ട്, ബാർ ലൈസൻസ് പുതുക്കി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂൾ ഗേറ്റ് പൊളിച്ചു മാറ്റിക്കൊണ്ട് 10 മീറ്ററിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ദൂരത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ളൊരു നീക്കമായിരുന്നു ഉണ്ടായിരുന്നത് നഗരസഭയുടെ. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ഈ പ്രതിഷേധങ്ങൾക്കിടയാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ അത് പൊളിച്ചു നീക്കിക്കൊണ്ടൊരു നടപടിയിലേക്ക് എത്തുന്നത്. വാർത്ത ആദ്യം നമ്മളാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുപോലെ തന്നെ ABVPയും ശക്തമായൊരു പ്രതിഷേധം ഇതിൽ ഉന്നയിക്കുകയും വന്നിരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഇതിനെ പ്രതിഷേധിച്ച് ABVPയുടെ നേതൃത്വത്തിൽ സ്കൂളുകളെല്ലാം അടച്ച് പ്രതിഷേധിക്കാൻ, ബന്ദ് ആചരിക്കാൻ ABVP നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ തന്നെ, ദ്രുതഗതിയിൽ തന്നെ നടപടി ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന് ഒട്ടേറെ, അതുപോലെ തന്നെ നാണക്കേടും വിദ്യാഭ്യാസ വകുപ്പിനും അടക്കം ഒട്ടേറെ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമായി മാറിയിരുന്നു ഇത്. അതായത് ബാർ ലൈസൻസ് പുതുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഈ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന ഒരു നടപടിയിലേക്ക് ചെന്നത് വലിയ ഒട്ടേറെ പരിഹാസങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഈ സിനിമകളിലും മറ്റുമൊക്കെ ട്രോളായും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇത്തരത്തിൽ ബാറുകൾ അല്ല പൊളിക്കേണ്ടത്, സ്കൂളുകളാണ് പൊളിച്ചു മാറ്റേണ്ടത് എന്നടക്കമുള്ള ചില മീമുകളും ട്രോളുകളും ഒക്കെ നമ്മൾ ഈ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായൊരു സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും അതുപോലെ തന്നെ നഗരസഭയുടെ ഭാഗത്തുമൊക്കെ ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും അതിനെ തുടർന്ന് സർക്കാരിന് ഈ നടപടിയിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. നമ്മൾ വാർത്ത നൽകുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു. ഈ പുതിയ ഗേറ്റ് നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തീർച്ചയായും പ്രതിഷേധ ഫലം കണ്ടതിൽ ജനം TV വാർത്തയ്ക്ക് പിന്നാലെ ഈ ഒരു നടപടിയിൽ അഭിമാനമുണ്ട്. എങ്കിലും പ്രശാന്ത്, ഈ ഒരു വിഷയത്തിൽ നഗരസഭ ഇത് വിശദീകരിച്ചേ മതിയാകില്ലേ? കാരണം പ്രശാന്ത് ഈ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ചരിത്രം പേറുന്ന, അല്ലെങ്കിൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് SMV സ്കൂള്. ഒരുപക്ഷെ തലസ്ഥാന നിവാസികൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്കൂൾ എന്നുകൂടി പറയേണ്ടി വരും. പ്രധാന റോഡിലാണ്. തിരുവിതാംകൂർ മഹാരാജാവ് സ്ഥാപിച്ച, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനായി സ്ഥാപിച്ച സ്കൂള്. ഏറെ പഴക്കം ചെന്ന സ്കൂളുകളിൽ, അത് സംസ്ഥാനത്ത് തന്നെ ഏറെ പഴക്കം ചെന്ന സ്കൂളുകളിൽ ഒന്നുകൂടിയാണ് SMV സ്കൂള്. ഈ സ്കൂളിന്റെ ഗേറ്റ് തൊട്ടടുത്തൊരു ബാർ വരുന്നു എന്ന പേരിൽ മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കം, അത് വിശദീകരിച്ചേ മതിയാവൂ നഗരസഭ. തീർച്ചയായും ഈ വിഷയത്തിൽ നഗരസഭ എന്തായാലും വിശദീകരണം നൽകിയേ മതിയാവും. ചരിത്രപ്രസിദ്ധമായ സ്കൂളാണ്. നേരത്തെ അനു പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്തരം ഒട്ടേറെ ചരിത്ര പഴമകൾ പറയുന്ന സ്കൂളാണ്. അത്തരം സാഹചര്യത്തിൽ ഈ സ്കൂളിൽ ഒരു ബാർ, അല്ലെങ്കിൽ സ്കൂളിന് മുൻവശത്തേക്ക് ഒരു ബാർ ഹോട്ടൽ വരുന്നു എന്നതിൻ്റെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അതിന് ലൈസൻസ് നൽകണം എന്നതുകൊണ്ട് ഈ ഗേറ്റ് അല്ലെങ്കിൽ ഗേറ്റ് മാറ്റി സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ വിഷയത്തിൽ എന്തായാലും നഗരസഭ വിശദീകരണം നൽകണം. ഇതുവരെ വിശദീകരണം നൽകിയേ മതിയാകൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ABVPയുടെ ജില്ലാ സെക്രട്ടറിയുമുണ്ട്. ABVPയുടെ ജില്ലാ സെക്രട്ടറി അനന്തോ മുരളീധരൻ നമ്മളോടൊപ്പം ചേരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ABVP ശക്തമായൊരു നിലപാടെടുത്തിരുന്നു, ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്ന് വിദ്യാഭ്യാസ ബന്ധടക്കം ജില്ലയിൽ ആചരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ കൂടി ഫലം കണ്ടു തോന്നുമല്ലേ? തീർച്ചയായും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വിദ്യാർത്ഥികളോടൊപ്പം നിന്ന്, ഒത്തൊരുമിച്ച് നിന്ന് റോഡിൽ സമരം ചെയ്ത് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക്. ഇത് തീർച്ചയായും ABVPയുടെ സമരവിജയം തന്നെയാണ്, ABVPയുടെ വിജയം തന്നെയാണ്. കാരണം ഇനിയും ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാൻ ABVP ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു കോളേജിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഏകദേശം 100 മീറ്ററിന് താഴെ മാത്രം ദൂരമുള്ള സ്ഥലത്തേക്ക്, സ്കൂളിൻ്റെ തൊട്ട് മുന്നിലായിട്ട് 100 മീറ്ററിന് മാത്രം താഴെ ഒരു ബാർ വരിക എന്നുള്ളത്, അത് ഇവിടുത്തെ കോർപ്പറേഷനും ഇവിടുത്തെ മേയറും അടക്കം അറിയാതെ ഇത് നടക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ കോർപ്പറേഷന് നേരെയും മേയറിന് നേരെയും ശക്തമായ സമരം ABVP ഉണ്ടാവും. ഇതിനുള്ള
മറുപടി തീർച്ചയായും കോർപ്പറേഷനും മേയറും നഗരസഭ ഇതുവരെ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു പ്രതികരണമേ നടത്തിയിട്ടില്ല. തീർച്ചയായും നഗരസഭ ഇതിൽ വളരെ വലിയൊരു മൗനമാണ്, അപകടകരമായിട്ടുള്ള ഒരു മൗനമാണ് ഇവിടെ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ABVP അതുമായിട്ട് മുന്നോട്ട് പോകും. ABVP ജില്ലാ കമ്മിറ്റി അതുമായിട്ട് മുന്നോട്ട് പോകും. ഈ ഗേറ്റ് ഒരു ബാർ ഹോട്ടലിന് വേണ്ടി ഒരു ഗേറ്റ് പൊളിച്ചു മാറ്റുക അല്ലെങ്കിൽ ഗേറ്റ് പൊളിച്ചു മാറ്റി സ്ഥാപിക്കുക എന്നത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് സ്കൂളുകളല്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല, ബാറുകളാണ് തങ്ങൾക്ക് പ്രധാനം എന്നല്ലേ സർക്കാരിന്റെ അജണ്ട അല്ലെങ്കിൽ സർക്കാരിന്റെ മുഖമുദ്ര ഇതാണെന്നല്ലേ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും ഇന്ന് ഈ സ്കൂളിൻ്റെ വളരെ 100 വർഷത്തിലേറെ വർഷം കാലാവധി ഇവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു സ്കൂളിൻ്റെ കവാടം പൊളിച്ചു കളഞ്ഞെങ്കിൽ നാളെ അത് പൊളിക്കാൻ പോകുന്നത് സ്കൂൾ തന്നെയായിരിക്കും. നാളെ ഈ സ്കൂളിന് പകരം ഇവിടെ വലിയൊരു 3 സ്റ്റാറോ 5 സ്റ്റാറോ ബാർ ഉയർന്നാലും ഈ നഗരസഭയിൽ നമ്മൾ വലിയ കാര്യമായി എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. തീർച്ചയായും ABVP ജില്ലാ സെക്രട്ടറി അനന്തവും പറയുന്നത് അത് തന്നെയാണ്. അതായത് ഇന്നൊരു ഗേറ്റ് പൊളിച്ചെങ്കിൽ നാളെ ഇത്തരം സർക്കാരോ അല്ലെങ്കിൽ നഗരസഭയോ ഇത്തരം ബാർ ഹോട്ടലുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുത്തക മുതലാളികൾക്ക് വേണ്ടി സ്കൂളുകൾ തന്നെ പൊളിച്ചു മാറ്റുവാനും തയ്യാറാകില്ല എന്നാണ് ഇപ്പോൾ ABVP പറയുന്നത്. എന്തായാലും വിഷയത്തിൽ ശക്തമായൊരു പ്രതിഷേധമുണ്ടായിരുന്നു. നമ്മളും ഈ വാർത്ത ആദ്യം നൽകുകയും ചെയ്തു. എന്തായാലും അതിൻ്റെ ഒരു ഫലം കണ്ടിരിക്കുന്നു, ജനത്തിന്റെ വാർത്തയുടെ ഒരു ഫലം കൂടി കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഗേറ്റ് നിർമ്മാണം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് കുഴികൾ ഈ പില്ലർ വാർക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നമ്മൾ അവിടെ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത്. എന്തായാലും തിരുവനന്തപുരം SMV സ്കൂളിന്റെ ഗേറ്റ് പൊളിച്ചു മാറ്റാനുള്ള നീക്കം ഉപേക്ഷിക്കുകയാണ് നഗരസഭ. പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് അടുത്തൊരു ബാർ ഹോട്ടൽ വരുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കം എന്ന വണ്ണം ഈ ഗേറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ളൊരു നീക്കം അത് ജനം TV ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ വിദ്യാർത്ഥി സംഘടന ABVP കൂടി പ്രതിഷേധ മുഖം തുറക്കുകയുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ ശ്രമത്തിൽ നിന്ന് നഗരസഭ പിന്നോട്ട് പോകുന്നത്.